നമ്മൾ സാധാരണ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അരിമാവ് നല്ല വെന്ത അരിമാവിൽ തേങ്ങ ശർക്കരയൊക്കെ നിറച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഈ തേങ്ങ ശർക്കര ഫില്ല് ചെയ്താണ് നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വേറൊരു വെറൈറ്റി രീതിയിലുണ്ടാക്കി. കുഴക്കട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാവിനകത്ത് ഞാൻ ചിക്കൻ നല്ല അതിൻ്റെ മസാലയൊക്കെ ആക്കിയിട്ട് അത് നിറച്ച് ഇന്ന് കുഴക്കട്ട ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ കുറച്ച് കട്ടി കൂടിപ്പോയി. അപ്പോൾ അടുത്തവണ ഞാൻ വിചാരിച്ച് ഇത് കുറച്ചുകൂടെ നൈസായിട്ട് പരത്തിയിട്ട് നമ്മൾ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴേ ഓരോ പോരെയും മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച അടുത്ത തവണ നമ്മുടെ അരിപ്പത്തിരി കാട്ടി കുറച്ചുകൂടെ കനത്തിലുണ്ടാക്കിയിട്ട് അതിലോട്ട് മസാല ഫില്ല് ചെയ്ത് റൗണ്ട് ചെയ്ത് പുഴുങ്ങിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഉണ്ടാക്കിയിട്ട് പ്രശ്നമില്ലായിരുന്നു. എല്ലാവരും കഴിച്ച് ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ 1/2 കിലോ മാവെടുത്ത്, പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഒരു 10-20 കൊച്ചുള്ളിയും ഒരു സവാളയും. അപ്പോൾ ഇത് പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല കുനുകുനായിട്ട് അരിഞ്ഞ്, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് ചെയ്ത്, അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റി വെച്ച്, പിന്നെ ഒരു 1/2 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നല്ല ചിക്കൻ കുഞ്ഞായിട്ട് അരിഞ്ഞു. അപ്പോൾ ആദ്യമേ ഞാൻ ഈ ചെയ്തത് ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടല്ല ഒരു വിധം ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വാട്ടണം. അപ്പോൾ ഈ കൊച്ചുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ എണ്ണ ഒഴിച്ച് നമ്മുടെ ഫ്രൈ പാനിൽ വെച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വഴറ്റുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ പച്ചമയം മാറിയ പോലെ ഇച്ചിരി ഒന്ന് നല്ല വാടണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇറങ്ങത്തുള്ളൂ. പിന്നെ ഈ മാവ് എന്ന് പറയുമ്പോൾ വെള്ളം നല്ല രീതിയിൽ വെട്ടിത്തിളച്ച വെള്ളത്തിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ആണ് കുഴയ്ക്കുന്നത് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ പരുവുണ്ടല്ലേ, ചപ്പാത്തി കുഴക്കട്ടയുടെ പരുവ് എല്ലാവർക്കും അറിയില്ലേ, ചപ്പാത്തിക്കാട്ടി ഒരു ഇച്ചിരി ലൂസായിട്ടിരുന്നാലും പ്രശ്നമില്ല. കാരണം ഇതിങ്ങനെ ഉരുട്ടി അതിനകത്തോട്ട് ഈ മസാല ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെയ്യുന്നത് നല്ല വറുത്ത മാവായിരുന്നു. അപ്പോൾ വറുത്ത ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെ മാവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മുടെ ഇതുപോലെ എന്നാണ്ട് ചപ്പാത്തിയുടെ പരുവം തന്നെ ഇതുപോലെ നല്ല നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഇത് സോഫ്റ്റ് ആകത്തുമില്ല, അതുപോലെ പിരിന്ന് പോവുകയും ചെയ്യും. അപ്പം നല്ലപോലെ ഞെവിടി ആ ഉപ്പും അതൊക്കെ എല്ലാം നല്ല പിടിക്കണം. അപ്പം നല്ലപോലെ ഞെവിടി അപ്പോഴേ ഈ മാവോടെ ഞെവിടി മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇത് റെഡിയാക്കാം. ആദ്യമേ ഈ ഉള്ളി താണ്ട് ഈ ഒരു പരുവം വരെ വാടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഈ ചിക്കനിൽ ചേർക്കുന്ന അരപ്പുകൾ അതിൽ ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കത്തില്ല, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് കുറച്ച് കൂടുതൽ ചേർക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ആ പച്ചമയം മാറുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ മല്ലിപ്പൊടിയൊക്കെ നമ്മളും വറുത്ത പൊടിയല്ലല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ പച്ചമയം മാറുന്ന വരെ ഒന്ന് തീ കുറച്ചിടണം കേട്ടോ. തീ കുറച്ചിടം ശ്രദ്ധിക്കണേ. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവേ. ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഈ ചിക്കൻ കണ്ട നല്ല കുനുകുനാ